ജനങ്ങളുടെ കൂട്ടുത്തരവാദിത്തത്തോടുകൂടി മൂന്നാം പറമ്പ് കാർമൽഗിരി സെന്റ് മേരീസ് ദേവാലയം ആശീർവാദ കർമ്മങ്ങൾക്ക് ഒരുങ്ങുകയാണ്. നാളെ ജനുവരി 14 ബുധനാഴ്ച വൈകിട്ട് 5 മണി മുതൽ ആശീർവാദ കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. 5 മണിക്ക് 3 മെത്രാന്മാരെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവരുന്നതോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുന്നു. നമ്മുടെ നാടിന്റെ ഈ കാൽവയ്പിൽ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടാവണം. കൂടെ ന്യൂസ് ക്ലബിന് വേണ്ടി ഞാനും ഉണ്ടാവും. ഡിസ്ട്രിക്ട് 63 ന്യൂസ്, ഞാൻ ജസ്റ്റോ പാപ്പച്ചൻ നിങ്ങളോട് കൂടെ. ഷാജി കുര്യൻ എടുത്തു പിന്നെ കാർമൽഗിരി ഇടവക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുദ്രിത്വം എന്നർത്ഥമുള്ള ഈ പ്രദേശം ഇവിടെ പറയുകയുണ്ടായി. ഏകദേശം 50 വർഷം മുമ്പ് ഉണ്ടായ ദേവാലയം ഇന്ന് ആളുകൾ വിദേശത്തും ബിസിനസ്സും കൃഷിയും എല്ലാമായിട്ട് ഒരുവിധം സമ്പന്നമായപ്പോൾ നമ്മുടെ ദേവാലയം വളരെ ശോചനീയമായ ഒരു സാഹചര്യമായിരുന്നു. അത് എല്ലാവരുടെയും ആഗ്രഹത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായിട്ടാണ് ഈ ചുരുങ്ങിയ നാളുകൊണ്ട് ഏകദേശം 2 വർഷം കൊണ്ട് ഇത്രയും മനോഹരമായ ഒരു ദേവാലയം ഇവിടെ പണിയാനായിട്ട് സാധിച്ചത്. അത് അച്ഛൻ വലിയ ഒരു നല്ല മനസ്സോടെ നേതൃത്വം നൽകി. ഞങ്ങളെല്ലാവരും അതിൻ്റെ പിന്നിൽ അണിനിരന്ന് ഒറ്റക്കെട്ടായിട്ട് കൈക്കാരന്മാരടക്കം വൈശ്യാന്മാരടക്കം എല്ലാവരും ഒരുമിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ് ഈ ചെറിയ സമയം കൊണ്ട് ഇത്രയും നന്നായി ചെയ്യാൻ സാധിച്ചത്. അതിൽ ഇടവക്കാരെന്ന നിലയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെയേറെ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട്. ഈ ദേവാലയത്തിൻ്റെ നേതൃത്വത്തിൽ നിന്ന് എന്നാൽ അതോടൊപ്പം ഏറ്റവും അധികം ഇതിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസത്തിലധികം ഓടിപ്പാഞ്ഞ് നടന്ന പ്രധാനപ്പെട്ട ഒത്തിരി പേരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ഞങ്ങളുടെ കൈക്കാരൻ ശ്രീ ജോസ് ചക്കിയൽ CU. അപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയും. നമ്മുടെ ഈ ഇടവകയുടെ സ്വപ്ന സാക്ഷാത്കാരം നാളെ പൂവണിയുകയാണ്. നേതൃനിരയിൽ നിന്ന് ഞങ്ങളുടെ വികാരിച്ചൻ ഈ 349ഓളം കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച് എല്ലാവരുടെയും വലിയ സംഭാവനകൾ കൊണ്ട് അതിമനോഹരമായി പള്ളി നിർമ്മിക്കാൻ സാധിച്ചു. അതിന് നേതൃത്വം നൽകിയ ഞങ്ങളുടെ സ്നേഹബഹുമാന വികാരിച്ചനോട് ഏറ്റവും കടപ്പാടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചക്കിയത്ത് പിതാവ് ഈ ദേവാലയം ഇത്തിരി മനോഹരമാക്കാൻ പ്രാർത്ഥനയും വളരെയധികം സഹായങ്ങളും ചെയ്ത് നമ്മുടെ ഇത്രയും മനോഹരമാക്കാൻ സാധിച്ചു. ഇടവജനങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ നന്ദി കടപ്പാടുമുണ്ട്. നാളെ ഞങ്ങളുടെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പോവുകയാണ്. എല്ലാവർക്കും നന്ദി. നാളത്തെ ദിവസത്തിന് വേണ്ടി